വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു ദിനത്തിലേക്ക് സ്വാഗതം. ഒരു ദിനം ആരംഭിക്കുകയാണ്, ഒരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. അങ്ങനെ എന്താണ് പറയാ, നമ്മുടെ ആ ടാഗ് ലൈൻ പറയണ്ടേ? അത് പിന്നെ അത് വേണം. വെരി 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 ഗുഡ് മോർണിംഗ്. ആഗോള മലയാളികളെ, 1 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കും, നടക്കും, ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കും, നല്ല ഭക്ഷണം കഴിക്കും, എന്റെ ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന മുദ്രാവാക്യത്തോടെ 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന മോർണിംഗ് വാക്ക് അഥവാ പ്രഭാത നടത്തത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് 2024 നവംബർ മാസം 28-ാം തീയതിയാണ് അല്ലേ? അതെ. അപ്പോ ഒരു വ്യാഴാഴ്ച ദിനം. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വരാനുള്ള ഉണ്ട് എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. ഇന്ന് നമ്മൾ ഉള്ളത് ഒരു റോഡിന് നടുവിലാണെന്ന് കാണാം. പക്ഷേ ഈ റോഡിലൂടെ ഇപ്പോൾ വാഹനങ്ങളില്ല. ഗതാഗതമാണ്. അതായത് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട റീച്ച് ആണ് അല്ലേ? അതെ, രണ്ടാം ഘട്ടത്തിലെ അത് ആദ്യ റീച്ചാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്ററിനടുത്ത് വരും. 2.7 കിലോമീറ്റർ കൃത്യമായി പറഞ്ഞു. അതെ അതെ. പക്ഷേ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇനിയും ഇതൊരു 800 മീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിന് 2 വശങ്ങളിലും ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്, ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ചാണ് ഈ റോഡ് എന്ന് നിങ്ങൾക്ക് കാണാം. ഒരുപക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരുപക്ഷെ കാണുന്നുണ്ടാവില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ റോഡിന്റെ നിലവിലെ സ്ഥിതി, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇതിന്റെ ആവശ്യങ്ങൾ, അതൊക്കെ നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ഈ റോഡ് തുറന്നു കൊടുക്കുന്നില്ല? അപ്പോ എന്താണ് അതിൽ വരുന്ന കാലതാമസം? എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്? ഇനി എവിടെ നിന്നാണ് ഇതിനൊരു നടപടി ഉണ്ടാവേണ്ടത്? ഇതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ പറയാം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ മോർണിംഗ് വാക്കിലാണ്, വാർത്തകളുണ്ട്, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടു കൂടി നമുക്ക് തുടങ്ങുകയാണ് മോർണിംഗ് വാക്ക്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. എന്തൊക്കെ വാർത്തകൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? അപ്പോൾ മോർണിംഗ് വാക്കിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം. നടന്നുകൊണ്ട് നമുക്ക് വാർത്തകൾ അറിയാം, വിശേഷങ്ങൾ അറിയാം, വർത്തമാനങ്ങൾ പറയാം അല്ലെ? അതെ, നേരം ഇങ്ങനെ പരപരാ വെളുത്തു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒക്കെ സജീവമാണ്. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു നൈറ്റ് ലൈഫ് കൂടിയുള്ള സ്ഥലമാണ്. സമീപത്ത് ചായക്കടകളൊക്കെ ഉണ്ട്. അവിടെ സജീവമായി എപ്പോഴും ആൾക്കാർ വരുന്നു. രാത്രിയാണോ പകലാണോ എന്ന ഭേദമില്ലാതെ എല്ലാവരും വരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. അതെ, മാത്രമല്ല ഈ ഒരു സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഈ രണ്ടാം ഘട്ടത്തിലെ ഈ ആദ്യ റീച്ച് ഇതിങ്ങനെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാതെ ഇരിക്കുന്നത് വർഷങ്ങളായിട്ടുണ്ട്. എനിക്ക് 3 വർഷം മുൻപ് ഇത്രയും ദൂരം, അതായത് എനിക്ക് തോന്നുന്നു 1.9 കിലോമീറ്റർ ദൂരം പൂർത്തിയായതാണ്. പക്ഷെ തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മോർണിംഗ് വാക്കിനും അതുപോലെ ഈവനിങ്ങിലൊക്കെ ആൾക്കാർ വന്നു പോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നടക്കാം, വാഹനങ്ങളില്ലാത്തതുകൊണ്ട്. ഇവിടെ ഒരു ഗതാഗത സജ്ജമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്തെങ്ങും നിൽക്കാൻ പറ്റാത്ത ഒരു റോഡിൽ കൂടിയാണ്. അതെ, പക്ഷെ നടക്കാൻ വേണ്ടി അല്ലല്ലോ റോഡ് ഉണ്ടാക്കിയത് അല്ലേ? അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്? ഈ പറയുന്ന പോലെ HMTയും അതുപോലെ NIDയും 2 സ്ഥാപനങ്ങൾ അവരവരുടെ ഭൂമിയുണ്ട്, അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന്റെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും തുക എന്തായാലും രാവിലെ നമുക്ക് രാവിലെ ആ ബോർഡൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്കും. റോഡ് നിയമങ്ങൾ പാലിക്കുക, പതുക്കെ പോവുക, ഡ്രൈവിംഗ് ആസ്വദിക്കാം, ആഘോഷിക്കരുത്, ഉല്ലാസവേളകൾ ആസ്വാദികരമാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ബോർഡ് അവിടെ വെച്ചേക്കുന്നത്. എന്തായാലും ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബോർഡാണെങ്കിലും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. റോഡ് നിയമങ്ങൾ പാലിച്ചു പോയാൽ നമുക്ക് ആ യാത്രയ്ക്ക് ശേഷം വീട്ടിലോ അല്ലെ നമ്മുടെ എവിടെയാണോ പോകുന്നത് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. യെസ്, അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പോൾ ആദ്യ വാർത്തയിലേക്ക് കിടക്കാം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. അത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാർ കൈക്കലാക്കുന്നു, കുറേ വർഷങ്ങളായി, കുറേ നാളുകളായി എന്ന വാർത്തയാണത്. ഏതാണ്ട് 1458ഓളം സർക്കാർ ജീവനക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി അനർഹമായി ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അല്ലെ? അതെ, ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വരും. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അഖിൽ, വെരി 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 ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വേലി തന്നെ വിളവ് തന്നുക എന്ന ഒരു രീതിയിലേക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷം പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവ് എന്ന് പറയുന്ന ആ ഖജനാവിൽ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ ഒരു സാധാരണക്കാരന് ലഭിക്കേണ്ട ആ ഒരു പെൻഷനിൽ നിന്ന് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിലുള്ള പരിശോധനയാണ് ഉണ്ടാവുക? ഏത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക ഈ കേസിൽ? ക്രിസ്റ്റീന പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് വന്നൊരു വാർത്ത സർക്കാർ വ്യക്തമാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതായത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഈ മറ്റ് ഒരു അനന്തരാവകാശികൾക്കും അവകാശമില്ല എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലരും
ഇത്തരത്തിൽ അനധികൃതമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈക്കലാക്കുന്നു എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഏതാണ്ട് 1400-ലധികം വരുന്ന സർക്കാർ ജീവനക്കാരാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നതെന്നുള്ളൊരു കണ്ടെത്തൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിന് പിന്നാലെയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് വകുപ്പുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥിര ജോലിക്കാർ അല്ലെങ്കിൽ സ്ഥിര ജീവനക്കാരല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലായി താൽക്കാലികമായി ജോലി ചെയ്യുന്ന ജീവനക്കാരിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നത്. ആ വാർത്ത വന്നതിന് പിന്നാലെ ധനമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. ആ പ്രതികരണത്തിൽ ഈ മന്ത്രിമാരടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് കടുത്ത നടപടി ഈ ജീവനക്കാർക്കെതിരെ, ഈ നിയമലംഘനം നടത്തിയ ജീവനക്കാർക്കെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. പലിശ സഹിതം ഇവർ സ്വീകരിച്ച പൈസ, ആ പണം മുഴുവൻ തിരിച്ചുപിടിക്കുമെന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇവർക്കെതിരായ കൃത്യമായ നടപടി, കടുത്ത അച്ചടക്ക നടപടിയും ഉണ്ടാകുമെന്നുള്ള കാര്യവും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വ്യാപകമായ അന്വേഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് ധനവകുപ്പ്. ശരി അഖിൽ ഷാ, അപ്പോൾ ഒരു നല്ല ദിനം അഖിൽ ഷായ്ക്കും നേരുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന, ഇതിൽ ഈ പറയുന്ന പോലെ അനർഹമായി പണം കൈപ്പറ്റി അല്ലെങ്കിൽ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയ ആൾക്കാരിൽ കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും അടങ്ങിയിട്ടുണ്ട് ഈ പട്ടികയിൽ ഇതിനോടകം. അപ്പൊ ആ പട്ടിക ഇനിയും നീളും എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം. അഴിമതിക്ക് അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെയോ മറ്റൊന്നിന്റെയും ഒരു കണക്ഷൻ ഇല്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഇവരെയൊക്കെ വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും എന്ന ചോദ്യം കൂടെ നിലനിൽക്കുകയാണ്. എന്തായാലും പാവപ്പെട്ടവരുടെ ആ ഒരു പണത്തിൽ നിന്ന് കൈയിട്ട് വാരിയവർ അവർ അർഹരായ ശിക്ഷ അവർക്ക് നൽകണം. അതേപോലെ തന്നെ അതിന് വേണ്ട നടപടികളും എത്രയും വേഗം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രജിന്, നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഹാജരായിട്ടുണ്ട്. ബീന സുരേഷ്, ആൽഫ, മിനി ബാബു, സുലൈമാൻ, അബ്ദുൽ ഖാദർ, അബ്ദുള്ള MK, മെൽബിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോ വിൻസി, നമ്മുടെ ദിലീപ് PC പറയുന്നുണ്ട് വയനാടിന്റെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ആശംസകൾ എന്ന്. വയനാട്ടുകാരനാണ്. നമുക്ക് ആ വാർത്തത്തിനടുത്ത് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പൊ പറയുന്ന പോലെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് കിടക്കാം. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം അത് ഇന്ന് ഉണ്ടാവുന്നതാണ് ഔദ്യോഗികമായിട്ടല്ലേ? ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് നടക്കും. അപ്പൊ ലോക്സഭാംഗമായി മാറുന്നു പ്രിയങ്ക ഗാന്ധി. ഇന്ന് മുതൽ മഹാരാഷ്ട്രയിലെ നന്ദിയടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രവീന്ദ്ര വസന്തറാവു ചവാനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. അതെ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും പാർലമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു, അതും കേരളത്തിൽ നിന്ന് വരുന്നു. കൂടുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്കായി തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ ആവശ്യം പോലെ ആയുധങ്ങളുണ്ട്, പ്രത്യേകിച്ച് അദാനി വിഷയം. അപ്പോൾ സഭയുടെ ഇന്നത്തെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വയനാടിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാം തന്നെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം ഇന്നാണ് ഉണ്ടാകുക. പ്രിയങ്കയുടെ ജയം കഴിഞ്ഞു. അതിനുശേഷം ഔപചാരികമായി ലോക്സഭാംഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പ്രിയങ്ക ഗാന്ധി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ലോക്സഭയുടെ ചടങ്ങുകളിൽ ആദ്യ ഇനമായാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റൊരംഗം മഹാരാഷ്ട്രയിലെ നന്ദേഡ് സീറ്റിൽ നിന്നും വിജയിച്ച രവീന്ദ്ര വസന്തറാവു ചവാനും ഇന്ന് 11 മണിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഏറെക്കാലമായി കോൺഗ്രസ് രാഷ്ട്രീയം കാത്തിരുന്ന ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം എന്നുള്ളത്. അവസാന നിമിഷം വരെ സസ്പെൻസ് തുടർന്ന ശേഷമാണ് വയനാട് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തീരുമാനിച്ചതും തുടർന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് വയനാട്ടിലെ കേന്ദ്ര സഹായം എന്നുള്ളത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും അനുഭാവപൂർവമായ ഒരു നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയമായിരിക്കും പ്രിയങ്ക ഗാന്ധി ആദ്യം സഭയിൽ ഉന്നയിക്കുക എന്ന്
കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും പ്രിയങ്ക അത് ഉന്നയിക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏറെ നിർണായകമാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ ആയുധങ്ങൾ ഇത്തവണ ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ കൈവശമുണ്ട്. അതിൽ ഒന്ന് എന്നുള്ളത് അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ ചർച്ച വേണം എന്ന ആവശ്യം പാർലമെന്റിന്റെ കഴിഞ്ഞ 2 ദിവസത്തെ സമ്മേളനങ്ങളിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസവും ഉണ്ടായത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി ഈ സഭയിൽ എത്തുന്ന ആദ്യ ദിനം തന്നെ ഈ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കുമോ സഭ എന്നുള്ളത് ഏറെ നിർണായക. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് അതാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തന്ത്രങ്ങൾ തീരുമാനിക്കുക. ഇന്ന് രാവിലെ 10 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും ഒപ്പം 10:30 കോൺഗ്രസിന്റെ സഭാകക്ഷി യോഗം ചേരുന്നുണ്ട് പാർലമെന്റിൽ തന്നെ. ആ ഒരു യോഗത്തിലായിരിക്കും ഇന്ന് പ്രക്ഷുബ്ധമാക്കേണ്ടതുണ്ടോ സഭയെ, നടപടികൾ തടസ്സപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോ നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ HMT കോളനിയുടെ ഭാഗത്താണ്. ഇത് ഇവിടെ നല്ല കോടമഞ്ഞ് നമുക്ക് ഇങ്ങനെ കാണാം. നമുക്ക് ചുറ്റും നമ്മളെ ചുറ്റും പൊതിഞ്ഞിട്ടുണ്ടെന്ന് പറയാം അല്ലെ. നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് KV അവിടെ ഇരുന്നിട്ട് ഈ കോടമഞ്ഞിൻ താഴ്വരയിൽ നിന്നുള്ള പാട്ടൊക്കെ പാടിയുണ്ട്. പ്രജിന് പാടണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. സനൂപ് പാടി നന്നായിട്ട് കേട്ടതുകൊണ്ടേ ഇപ്പൊ പാടാൻ തോന്നുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നി വൃശ്ചിക മാസത്തിന്റെ അല്ലെ, അതിന്റെ ഏറ്റവും ഒരു ബ്യൂട്ടി ആണല്ലോ ഇത് കോടമഞ്ഞ്. മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ആ മഞ്ഞ് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള വരവ് അത് രാഷ്ട്രീയമായൊക്കെ തന്നെ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരും എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. എന്തായാലും എന്താണ് വയനാട്ടിനായി പ്രിയങ്ക ഗാന്ധി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നതിലെ ഒരു ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രചാരണ സമയത്തൊക്കെ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചത് ഒരു സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അല്ലെ. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ കാര്യമായി പറയാതെ. അപ്പൊ ഇനി പ്രിയങ്ക ഗാന്ധിക്ക് ആ നയവുമായി പോയാൽ പറ്റില്ല എന്ന് തോന്നുന്നു. രാഷ്ട്രീയം കൂടെ പറയുക, അതേപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. എങ്ങനെയായിരിക്കും അത് നമുക്ക് നോക്കാം റിപ്പോർട്ടിലേക്ക്. ആദ്യ മത്സരത്തിൽ തന്നെ വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്ക ഗാന്ധി ഇന്നു മുതൽ ലോക്സഭാ MP. 4,10,931 ഭൂരിപക്ഷം നേടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സമരമുഖങ്ങളിലും കോൺഗ്രസിനെ ആവേശം കൊള്ളിച്ച ശബ്ദം ഇനി പാർലമെന്റിലും. MP എന്ന നിലയിൽ പഠിക്കാനും തെളിയാനും ഏറെയുണ്ട്. പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള നടപ്പ്. വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഓരോ നീക്കത്തിലും രാഷ്ട്രീയം വേണം. എന്നും വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന വാക്ക് പാലിക്കണം. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക്. ചെറുകൂട്ടങ്ങളിൽ സംസാരിച്ച് സ്വയം രാഗിമിനുക്കൽ. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. UPയിൽ നിർജീവമായിരുന്ന കോൺഗ്രസ് കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിച്ചു. അപ്പോഴും നേരിട്ടൊരംഗത്തിനിറങ്ങാൻ മടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞപ്പോൾ പകരം പ്രിയങ്കയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചു. എന്നാൽ അന്നും സമ്മതം മൂളിയില്ല. പടിപടിയായി തന്റെ സ്വാധീനം ഉറപ്പിച്ച ശേഷം ഒടുവിൽ കളത്തിലിറങ്ങി ജയിച്ചു കയറി. സഹോദരന്റെ പകരക്കാരിയായി. സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രചാരണ ശൈലി വയനാട്ടിലും തുടർന്നു. ഉരുൾപൊട്ടൽ ജീവിതം തകർത്ത ജനതയ്ക്ക് കേന്ദ്ര സഹായം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ശാശ്വത പരിഹാരം. ചുരം താണ്ടാതെ ജീവൻ കാക്കാൻ ഒരു മെഡിക്കൽ കോളേജ്. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കൽ. പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് വയനാട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പലതുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഭാതഭൂപാള ചില്ലയിൽ പൂക്കും പ്രണവബിലഹരി പ്രഭാതഭൂപാള ചില്ലയിൽ പൂക്കും പ്രണവബിലഹരി
അതിമനോഹരമായ ഒരു ലളിതഗാനമാണ്. ഇത് പണ്ടത്തെ ഒരു ലളിതഗാനമാണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ പല രാഗങ്ങളുണ്ട്. ഈ പ്രഭാത രാഗം എന്ന് അറിയപ്പെടുന്ന ഒരു രാഗമായ ഈ ബിലഹരി ഉണ്ട്. അതോടൊപ്പം തന്നെ അനന്തഭൈരവി ഉണ്ട്. അങ്ങനെ ഒരുപാട് രാഗങ്ങളെ കുറിച്ചുള്ള പാട്ടാണത്. പെട്ടെന്ന് ഇവിടെ വന്നപ്പോ നന്നായി പാടി. അപ്പോ പ്രജിൻ, നമ്മുടെ മലബാർ വാലി പറഞ്ഞത് ദിലീപ് പി സി ആണ്. മോർണിംഗ് വാക്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശത്തിന്റെ ആകാശ കാഴ്ച പ്രേക്ഷകർക്ക് ലഭിക്കാൻ നാളെ മുതൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ നന്നായിരുന്നു. അപ്പൊ നമ്മുടെ ആകാശ കാഴ്ചയൊക്കെ നമ്മുടെ മാഹിൻ കുറച്ച് കാണിച്ചു കൊടുത്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഷാനു, മിനി ബാബു ചേച്ചിയൊക്കെ ഒരുപാട് കമന്റ്സ് പറയുന്നുണ്ട്. ഷാജി കുണ്ടറ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ്. ഹാഷ്മിയോട് പോയി, ഹാഷ്മി വരും. സിന മുഹമ്മദ് പറയുന്നത് ഒരു കാര്യം കൂടെ ക്രിസ്റ്റി, ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും സഹപ്രവർത്തകരും 24 കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഹായ്, 2 ഹായ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ടൂറൊക്കെ അടിച്ചു പൊളിക്കുക അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ വരാം. ഇവിടെ ഒരുപാട് പേര്, ചെറിയ കുട്ടികളൊക്കെ ഈ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിംഗിൾ സ്ട്രെച്ച് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഈ റോഡിന്റെ അത്രയും സ്ട്രെയിറ്റ് ആണ് ആ സ്ട്രെച്ച്. അത് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾക്കൊപ്പം അല്പം ആരോഗ്യ പോസിറ്റീവ് ചിന്തകൾക്കൊപ്പം വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്കേറ്റിംഗ് എനിക്ക് ഭയങ്കര അത്ഭുതമാണല്ലോ സ്കേറ്റിംഗ്. ഞാൻ എപ്പോഴും നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണത്. അത് കാണുമ്പോൾ ചെറിയ കുട്ടികളെ വളരെ സ്പീഡിലാണ് സ്കേറ്റ് ചെയ്ത് പോകുന്നത്. അവരോടൊപ്പം ആരെങ്കിലും ഒരു മുതിർന്ന ആൾക്കാർ കൂടെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു സൂപ്പർവൈസ്ഡ് ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ഭംഗിയായിട്ടാണ് അവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ, ഈ സൈഡിലൊക്കെ ഉള്ള പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മാഹിൻ അത് കാണിക്കുന്നുണ്ട്. നമ്മുടെ രാഹുൽ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പൂക്കളാണോ അത് കാട് പിടിച്ചതാണോ എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഈ പറയുന്ന പോലെ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 3 വർഷം കാട് പിടിച്ചതാണ്. പക്ഷെ അത് ഒരു പ്രകൃതിയുടെ ആ ഒരു ഇതായതുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകണം ക്രിസ്റ്റീന. നമുക്കറിയാം അവിടെ കാലാവസ്ഥ പ്രതികൂലമായി മാറുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റിന്റെയൊക്കെ ചുഴലിക്കാറ്റിന്റെയൊക്കെ തന്നെ സാധ്യതകൾ അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അല്ലെ, മറ്റന്നാളോടെ തമിഴ്നാട് തീരം തൊടും. അതിന് എത്രമാത്രം ശക്തി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ വരും മണിക്കൂറുകളിലായിരിക്കും അറിയാൻ കഴിയുക. അതിന് ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഫെൻജാൽ ഇമ്പാക്ട് വരാനുള്ള സമയമായി. തമിഴ്നാട് എത്രത്തോളം സജ്ജമാണ്? തമിഴ്നാട്ടുകാർക്ക് ഇന്നത്തെ ദിവസം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ഇമ്പാക്ട് കേരളത്തിലേക്ക് കൂടെ വരാനൊരു സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇത് 30-ാം തീയതി മറ്റന്നാളോടുകൂടിയൊക്കെ തമിഴ്നാട് തീരം തൊടുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഉള്ളത്. അത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായാലും ഒപ്പം തന്നെ ചെന്നൈ RMC ആയാലും ഒക്കെ മറ്റന്നാൾ രാവിലെയോട് കൂടിയാകും ഫെൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തൊടുക എന്നുള്ളൊരു വിവരമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ അതിതീവ്ര ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന അതിതീവ്ര ന്യൂനമർദ്ദം, അത് ഫെൻജാൽ ചുഴലിക്കാറ്റായി മാറും എന്നുള്ളൊരു നിഗമനത്തിലാണ് അവരുള്ളത്. ഇതിന് ചില കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഫെൻജാൽ ചുഴലിക്കാറ്റ് അത് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദം എത്ര കണ്ട് ശക്തിപ്പെടുന്നുണ്ട്, എപ്പോഴാണ് ചുഴലിക്കാറ്റായി മാറുക എന്ന് കണ്ടെത്താൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലെ ഒറ്റപ്പെട്ട ജില്ലകളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. നാഗപട്ടണം, മയിലാടുതുറൈ, തിരുവാരൂർ, കടലൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഈ നാഗപട്ടണത്തും മയിലാടുതുറയുമാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുള്ളത്. ഇവിടെ മഴയുണ്ട്, ഒപ്പം തന്നെ കടൽക്ഷോഭം ശക്തമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് വ്യാപക കൃഷിനാശമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മഴ അതിശക്തമായതോടുകൂടെ ഏക്കറുകളോളം, അതായത് ഏതാണ്ട് 2000 ഏക്കർ തിരുവാരൂർ തന്നെ കൃഷിഭൂമിയിൽ വെള്ളം കയറി കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മറ്റു പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കയറി കൃഷി നശിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നീട് കടൽക്ഷോഭമാണ്. കടൽക്ഷോഭം അതിരൂക്ഷമാണ്. കഴിഞ്ഞ 3-4 ദിവസമായി മത്സ്യത്തൊഴിലാളികൾക്കൊന്നും മീൻ പിടിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ചില വീടുകൾക്കൊക്കെ കേടുപാടുകൾ വരുന്നു. ഇന്നലെ പാമ്പനിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിരുന്നു. അങ്ങനെ ചില നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻജാൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ ദുരന്ത പ്രതികരണ
പ്രവർത്തനങ്ങളൊക്കെ സജ്ജമാണിപ്പോൾ. നേരത്തെ തന്നെ ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ് അതിന് തയ്യാറെടുക്കാനുള്ള ആധുനിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ പറയുന്നത് പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആശങ്കകളൊക്കെ മാറിപ്പോട്ടെ അല്ലേ? അതെ. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ശനിയാഴ്ച മുതൽ മഴ ശക്തമാകും എന്ന് പറയുന്നുണ്ട് അല്ലെ. മറ്റന്നാൾ മുതൽ മഴ ശക്തമാകും. ശനിയാഴ്ച പത്തനംതിട്ട മുതൽ ഇടുക്കി വരെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഞായറാഴ്ച പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ 7 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം വഴി ചെന്നൈ തീരത്തിനടുത്തേക്ക് നീങ്ങിയേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതകളുള്ളതിനാൽ കേരള തീരത്ത് മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നാളെ വരെ തുടരും. അപ്പോൾ അതാണ് കേരളത്തിലേക്ക് നൽകിയിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇത് കേട്ട് എല്ലാവരും ജാഗ്രത. 5 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റന്നാൾ മുതൽ മഴ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലും പ്രേക്ഷകർ സജീവമാണ്. നമ്മുടെ വിനോദ് നായർ ചേട്ടൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെന്നൈയിലാണ്. കറിയിട്ട് ചായ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. അങ്ങനെയാണ് നമ്മുടെ ഈ മോർണിംഗ് വാക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുലൈമാൻ അബ്ദുൽ ഖാദറും ഷെമി സുലൈമാനും നമ്മളോടൊപ്പം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൽഫ എന്ന് പറയുന്ന ഒരു ഐഡി എന്ന് പറഞ്ഞ കമന്റ് ഇതാണ്. അയ്യപ്പ സംഘം അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യം പറഞ്ഞെന്ന് പറയുന്നത് കഴിഞ്ഞ എനിക്കൊന്ന് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12:30 കൂടി ഉണ്ടായ ഒരു അപകടമാണ് പാലക്കാട്. അവിടെ ഈ അയ്യപ്പ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നു. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതൊരു ആശ്വാസ വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണത് അത്ഭുതകരമായുള്ള രക്ഷപ്പെടൽ എന്ന് ആൽഫ പറഞ്ഞത് അല്ലേ. അതെ. നമ്മുടെ ഹസീന ഷാജി പറയുന്നു, മെസ്സേജ് അയക്കുന്നത് നിർത്തി ഒരിക്കലും വായിക്കുന്നില്ല. 24 തുടങ്ങിയത് മുതൽ കാണുന്നതാണ്. പക്ഷെ എത്ര മെസ്സേജ് അയച്ചാലും വായിക്കില്ല. അങ്ങനെ പറയല്ലേ. ഞാൻ എത്ര തവണ ഹസീന ഷാജി എന്നുള്ള പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ജിൻസ് കുര്യാക്കോസ്, അനിൽകുമാർ, സീന മുഹമ്മദ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓടുന്നില്ല എന്ന് സജീവ് ചോദിച്ചു. എബ്രഹാം തോമസ്, നല്ല മഞ്ഞുണ്ടല്ലോ പ്രജിൻ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല മഞ്ഞുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് മെല്ലെ നീങ്ങാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നാണ് കാറിലെത്തിയ സംഘം ഈ സ്വർണം കവർന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ആണ് ചേരുന്നത്. സമീർ, വെരി വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് മറ്റൊരു ജ്വല്ലറിയിൽ നിന്ന് ആഭരണം വാങ്ങിക്കാനെത്തിയ വ്യാജേന സ്വർണം തട്ടിയ മോഷ്ടിച്ച വാർത്ത വന്നിരുന്നു. ഇപ്പോഴും ഈ ഒരു വാർത്ത കൂടി വരുന്നു. എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. കോഴിക്കോട് ഞെട്ടിച്ച ഒരു കളവ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വർണ്ണ മോഷണം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ സംഭവം. കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി വാഹനം ഇടിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു ഈ മോഷണം. മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജു അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. വീട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. ആ വേളയിലാണ് പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചുകൊണ്ട് ഈ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും ആ വീണ ഉടനെ തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, അതുപോലെ തന്നെ ക്രൂരമായി ആക്രമിച്ചു. അതിനൊടുവിലാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന 2 കിലോയോളം സ്വർണം കവർച്ച ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം പ്രതികൾ സഞ്ചരിച്ചിരുന്നത് ഒരു വ്യാജ നമ്പർ ഘടിപ്പിച്ച കാറിലാണ് എന്നുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ 4 അംഗ സംഘമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറ് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചതാണ് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. വൈകാതെ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വളരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ പ്രതികൾ കൊണ്ടുവന്ന് ഈ സ്വർണ്ണ വ്യാപാരിയെ ഭീഷണിപ്പെടുത്താൻ കൊണ്ടുവന്ന കത്തി അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടമുണ്ടായി. അതായത് ഈ ഇടിച്ചു വീഴ്ത്തുകയും സ്വർണം കവരുകയും ചെയ്തു. പിന്നീട് ആളുകൾ കൂടിയപ്പോൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ വേളയിലാണ് ആ കത്തിയൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാനാവുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ്. വളരെ വേഗത്തിൽ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം കൊടുവള്ളി പോലീസ് പങ്കുവെക്കുന്നത്. കൃഷ്ണ, പ്രജി. സമീർ സി മുഹമ്മദ് ആണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. സ്വർണ്ണവില ഇങ്ങനെ കത്തിക്കയറി പോവുകയാണ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഒന്ന് കുറഞ്ഞതിന് ശേഷം വീണ്ടും കൂടി 56,840 രൂപയാണ് ഇന്നലെ പവന് വില. ഓരോ വർഷം ലോങ് ടേമിൽ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. കാരണം സ്വർണം എന്ന് പറയുന്നത് ആ ലോഹത്തിന് അതിൻ്റെതായ നിക്ഷേപ മൂല്യമുണ്ട്. ലോകത്ത് യുദ്ധമോ ഒക്കെ സംഭവിക്കുമ്പോൾ ഈ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപകർ തിരിയുകയും അങ്ങനെ സ്വർണ്ണവില കൂടുകയും ചെയ്യും. ഒന്ന് കുറഞ്ഞു. ആ ട്രംപ് ഇഫക്റ്റ് ഒന്ന് കുറഞ്ഞു. അതിനുശേഷം വീണ്ടും സ്വർണ്ണവില ഒന്ന് താഴാൻ തുടങ്ങി. സ്വർണ്ണവില കൂടുക, ഇങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ലോങ് ടേമിൽ സ്വർണ്ണത്തിന് കയറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്.